ഏത് സ്കൂളിലാണ് പോണേ ആനിക്കുട്ടി? ആ സ്കൂളിൽ എന്തിനാ പോകുന്നേ? ആണോ? ഓട് ഓട്. ഹായ്, ഞാൻ ദീപ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതിനകത്ത് കുക്കിങ്ങും ഷോപ്പിങ്ങും ഔട്ടിങ്ങും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്ന് ജൂൺ 5-ാം തീയതിയാണ്. നമ്മൾ ആദ്യം തന്നെ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിക്കുട്ടിക്ക് യൂണിഫോമിൻ്റെ അളവൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം യൂണിഫോം അളവെടുക്കാനായിട്ട് അവളുടെ ഓൺലൈൻ ക്ലാസ്സസൊക്കെ 1-ാം തീയതി തന്നെ തുടങ്ങി. ഓൺലൈൻ ക്ലാസ്സൊന്നും അല്ല, വാട്സപ്പ് വഴി ഇവർക്ക് വീഡിയോസും അസൈൻമെൻറ്റ്സും ഒക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അളവെടുക്കാത്തവരെല്ലാം വന്ന് അളവെടുക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം 10 മണിയാണ് സമയം പറഞ്ഞത്. ഞങ്ങൾ പിന്നെ നല്ല കൃത്യനിഷ്ഠയുള്ള ആൾക്കാരായതുകൊണ്ട് 10:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ അളവെടുത്തത് അവളുടെ സ്കൂൾ ഇതാണ്, ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, ഹോളി ഏഞ്ചൽസ് ആണ്. അപ്പം അന്നെ ഇവിടെയൊക്കെ തന്നെയാണ് പഠിച്ചത്. അപ്പം അവൾ ചെന്നിട്ട് അവളിങ്ങി പോരുന്നില്ല. അവൾക്കങ്ങ് സ്കൂളിൽ പോകാൻ അങ്ങ് വയ്യാണ്ട് നിൽക്കുവാണ്. അപ്പം എന്താണ്, അവിടുന്ന് പിടിച്ച് വലിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പാട് കേട്ടോ. കാരണം അവൾക്കങ്ങ് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഇനി മേ ബി അന്ന പോയി കണ്ട് അവൾക്ക് ഇഷ്ടമായതായിരിക്കാം. ഇനി പോയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പം എനിക്കിനി സ്കൂളിൽ പോകണ്ടേ എന്നും എല്ലാം ആയിരിക്കും അവൾ പറയുന്നത്. എന്തായാലും രാവിലത്തെ ജോലി അതായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം രാവിലത്തെ കുറച്ച് പണികളെല്ലാം ചെയ്തിട്ട് 10 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. ഇനി സ്കൂൾ തുറക്കുമ്പോൾ എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. അപ്പം അത്യാവശ്യം ജോലിയൊക്കെ തീർത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഓടിച്ചാടി ഇറങ്ങിയേക്കുവാണ് കേട്ടോ. അപ്പം അളവെടുത്തു, ഞങ്ങളിനി തിരിച്ചു പോവാണ്. ഈ കാണുന്നത് ഹോളി ഏഞ്ചൽസ് സ്കൂളാണ്. ഇത് ഇവിടെ CBSE ഉണ്ട്, സ്റ്റേറ്റ് സിലബസും ഉണ്ട്. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചിരുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ 10-ാം ക്ലാസ്സിലെ ബിൽഡിംഗ് ആണ് നേരെ കാണുന്നത്. തൊട്ട് അങ്ങോട്ട് കാണുന്നതെല്ലാം സ്റ്റേറ്റിൻ്റെ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവർ CBSEയിലാണ് പഠിക്കുന്നത്. ആനീനെ ഇപ്പോൾ ചേർത്തേക്കുന്നത് അങ്ങനെ CBSE സ്റ്റേറ്റ് അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു മാനിക്വിൻ വാങ്ങിക്കാൻ പോകണം. അതിവിടെ കരിക്കകത്താണ് സ്ഥലം. കേൾക്കാവോ? ഞാനിനി പോകാൻ പോകുന്നത് കരിക്കകത്തോട്ടാണ്. കരിക്കകത്ത് ഒരു മാനിക്വിൻ വാങ്ങിക്കാൻ പോകണം. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതിനകമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് മാനിക്വിൻ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന്. ഇവിടെ ട്രിവാൻഡ്രത്തുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് പിള്ളേരെ ഒരുവിധം കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്ത് അടക്കി ഇരുത്തിയേച്ചാണ് ഞാനിപ്പം ഇങ്ങോട്ടേക്ക് പോകുന്നത്. എനിക്ക് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. അപ്പം ഞാൻ ഒരു ഉച്ചയ്ക്ക് മുന്നേ പോയി വരാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ച കഴിയുമ്പോൾ എനിക്ക് കുറച്ചധികം പണികളുണ്ട്. അപ്പം ഇത് ഞങ്ങൾ താമസിക്കുന്ന പേട്ടയാണ്. പേട്ടയിൽ നിന്ന് കരിക്കകം പോകുന്ന, കരിക്കകമല്ല, നമ്മൾ ടെക്നോ പാർക്ക് കരിക്കകം അങ്ങോട്ടൊക്കെ പോകുന്ന ഈ റൂട്ടാണ്. ഇപ്പോൾ ഇവിടെ ഈ ഫ്ലൈ ഓവറൊക്കെ വന്നതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകും വഴി കേട്ടോ, വഴി തെറ്റിപ്പോവും. എന്തായാലും ഒരുവിധം ഞാൻ സ്ഥലത്തെത്തി. ഇതാണ് ആലുക്കോ ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഞാൻ എപ്പോഴും, ഞാൻ 2 മാനിക്വിൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും പറയുന്നത് ഞാൻ ഈ ഒരു സ്ഥലമാണേ. അപ്പോൾ ഇതാണ് ഇതിനകത്തെ അകത്തെ സംഭവങ്ങൾ. ഇത് മാനിക്വിൻസ് മാത്രമല്ല, ഒരുവിധം ഒരു ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെയുണ്ട്. എന്താണ് ഈ എന്താ പറയുന്നത്, ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനുള്ള എല്ലാ സംഭവങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ഞാൻ മാനിക്വിൻ വാങ്ങിക്കാനാണ് പോയെങ്കിലും അവിടെ ചെന്ന് ഡ്രസ് ഫോം കണ്ടു കഴിഞ്ഞപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതും എടുത്തേച്ച് ഇങ്ങനെ തിരിച്ചു പോന്നു. മാനിക്വിൻ ഞാൻ പിന്നീട് ഒരിക്കൽ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഡ്രസ് ഫോം. ഡ്രസ് ഫോം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അത് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കാണാനായിട്ട്. പിന്നെ നമുക്ക് അളവൊക്കെ കറക്റ്റ് അറിയാമെങ്കിൽ, ഇതിപ്പം ജസ്റ്റ് മുകളിലും താഴെയുമാക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ചെസ്റ്റ് സൈസൊക്കെ മാറ്റാനുള്ള ടൈപ്പ് ഡ്രസ് ഫോംസും അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ ഇല്ല, ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഞാനിത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ഇതാണ് ഡ്രസ് ഫോം. അപ്പോൾ അതിൽ ഈ താഴെ
ഉണ്ടല്ലോ ഈ ലീവറിൽ നമ്മൾ ചവിട്ടിക്കൊണ്ട് നമുക്കിത് പൊക്കവും താക്കും ഒക്കെ ചെയ്യാം. കണ്ടോ, നമുക്ക് അതനുസരിച്ച് അതിൻ്റെ പൊക്കം കറക്റ്റാക്കി വെക്കാവേ. അപ്പോൾ തിരിച്ച് ഞാൻ വീടെത്തിയപ്പോൾ ഏതാണ്ട് 1:15 അടുപ്പിച്ചായി. അപ്പം രാവിലെ തന്നെ അടുക്കളയെല്ലാം അതേപടി ഇട്ടേച്ചാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം അടുക്കളയെല്ലാം ക്ലീൻ ചെയ്യാം, അത് കഴിഞ്ഞ് ഊണ് കഴിക്കാമെന്ന്. അപ്പം ഞാൻ മിക്ക വ്ളോഗുകളിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അടുക്കളയിൽ നിൽക്കുന്ന സമയമാണ് ഏറ്റവും വേസ്റ്റായിട്ട് തോന്നുന്നൊരു സമയം. ഇപ്പം ഞാൻ അതിനൊരു പ്രതിവിധി കണ്ടുപിടിച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണ് ഒന്നെങ്കിൽ ഓഡിയോ ബുക്സ് കേൾക്കും, അല്ലെങ്കിൽ എന്തായാലും പാട്ട് കേൾക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പം, അല്ലെങ്കിൽ വാർത്തകൾ, അതും അല്ലെങ്കിൽ ചില ചർച്ചകളുണ്ട്, ഒത്തിരി നല്ല ചർച്ചകളുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ ഈ പണിയെല്ലാം ഇപ്പം ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് ഒരു അച്ചാർ ഉണ്ടാക്കാനുണ്ട്. കാരണം ഇപ്പം മാങ്ങാച്ചാർ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ പല്ല് പുളിക്കുകയോ പല്ലിനിടെ കയറലും അങ്ങനെ ഭയങ്കര ബഹളമൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാങ്ങാച്ചാർ വിട്ട് ഇപ്പം നെല്ലിക്കാച്ചാറിലേക്ക് കടന്നേക്കുവാണ്. അപ്പം അച്ചാറിടാനായിട്ട് ഞാൻ ഓൾറെഡി നെല്ലിക്കയൊക്കെ അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അച്ചാറിടാൻ ഓർത്തപ്പോഴാണ് നല്ലെണ്ണയില്ല. നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാറിടുന്നത്. നല്ലെണ്ണ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അമ്മച്ചിനെ വിളിച്ച് ചോദിച്ചു, നല്ലെണ്ണയില്ല, നമുക്ക് സൺഫ്ലവർ ഓയിൽ ചെയ്യാവുന്നു. അപ്പം അമ്മച്ചി ഓക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും സൺഫ്ലവർ ഓയിലൊന്ന് ചെയ്ത് നോക്കാമെന്ന്. ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ എന്തോ ഒരു കയ്പ്പ് തോന്നുന്നുണ്ട്. അല്ലെ നല്ലെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നെല്ലിക്ക ഓൾറെഡി വേവിച്ച് വെച്ചു, എന്നിട്ട് അതിൻ്റെ കുരു കളഞ്ഞ് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുഴച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് നോർമലി അച്ചാർ ഇടുന്ന പോലെ തന്നെ എണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചോ ചതച്ചോ ചേർത്തിട്ട് അതിൽ കരിവേപ്പിലയും ഇട്ട്, പിന്നെ അച്ചാറിൻ്റെ പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അച്ചാറിൻ്റെ പൊടി മുളക് പൊടി, കായം, ഉലുവ. മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി എടുക്കുകയാണെങ്കിൽ അതിനൊരു 1/4 സ്പൂൺ കായവും 1/4 സ്പൂൺ ഉലുവ പൊടിച്ചതും. ഇത്രയാണ് നമ്മുടെ അച്ചാറിൻ്റെ പൊടി. അതിപ്പം നാരങ്ങാച്ചാറായാലും നെല്ലിക്കാച്ചാറായാലും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൂടെ ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് താളിച്ചതിന് ശേഷം നമ്മുടെ നെല്ലിക്ക വേവിച്ചല്ല, നമ്മൾ ആവി കയറ്റി വെച്ചേക്കുന്ന നെല്ലിക്ക അങ്ങോട്ടിട്ട് വരട്ടിയെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം നല്ലെണ്ണ ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം നെല്ലിക്ക അച്ചാർ റെഡിയായി. ഇനി ഞാൻ ഊണ് കഴിച്ചിട്ട് അടുത്ത പരിപാടി. അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, രാവിലെ ഇപ്പം ആനിക്കുട്ടിക്ക് ഒരു ക്ലാസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ രാവിലെ ടീച്ചർ അസൈൻമെൻറ്റ്സ് ഇടും. ചിലപ്പോൾ കളർ ചെയ്യാനോ അല്ലെങ്കിൽ പെൻസിൽ പിടിക്കാനോ ഒക്കെയുള്ള പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസസ് ഒക്കെയാണ്. അവളുടെ ബുക്കിൽ തന്നെ ചെയ്യാനുള്ളതാണ്. പക്ഷേ ഒരു കാരണവശാലും ആനിക്കുട്ടി അത് ചെയ്യത്തില്ല. അപ്പോൾ ചിലപ്പോൾ 2-3 ദിവസത്തെ പെൻഡിങ് ഒക്കെ കാണും കേട്ടോ. എനിക്കും അവസാനം മടുക്കും. എന്നുവെച്ചാൽ ഇതിപ്പോൾ ചെറിയ കുത്തിടുന്ന പരിപാടിയാണ് ഇന്ന് ചെയ്യാനുള്ളത്. പക്ഷെ കുത്തിടാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വരയൊക്കെ ആയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഒരു വിധത്തിൽ അത് തീർത്തു. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് കൊടുക്കാനുള്ള ഓർഡേഴ്സ് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കുവാണ്. ഈ ഒരു ഡ്രസ്സ് അത് അവർ വന്ന് മേടിക്കും, അതുകൊണ്ട് ഞാൻ കവറിൽ പാക്ക് ചെയ്ത് വെക്കുവാണ്. അല്ലാണ്ട് ഞാനൊരു ചുരിദാറിൻ്റെ ഒരു നെക്ക് പോർഷൻ മാത്രം ചെയ്തായിരുന്നു. അത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരു സബ്സ്ക്രൈബർ എന്നുള്ളതിനേക്കാളും എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ചതാണ് ആ കുട്ടി. അപ്പോൾ അത് പിന്നീട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഷൈമ എന്നാണ് പേര്, വെഞ്ഞാറമ്മൂട് നിന്നാണ്. അപ്പോൾ പുള്ളിക്കാരി തന്നൊരു ഓർഡറാണ് ഇത്. അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്തു. അത് വെഞ്ഞാറമ്മൂടേക്കാണ്. അപ്പോൾ അത് ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കാനായിട്ട് പാക്ക് ചെയ്ത് അതിൽ അഡ്രസ്സൊക്കെ എഴുതി വെച്ചു. ഇനിയിപ്പോൾ എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഓർഡറെല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അടുത്ത ഓർഡറാണ്. ഇത് ഒരു പാവാടയും ബ്ലൗസും ഒരു ട്രഡീഷണൽ വെയർ 3 വയസ്സുള്ള ഒരു കുഞ്ഞിനാണ്. അതുപോലെ തന്നെ അതിൻ്റെ അനിയത്തിക്ക് ഒരു 6 months ആയിട്ടുള്ള അനിയത്തിക്ക് അതിന് അതേപോലെ തന്നെയുള്ള ഒരു ഫ്രോക്കും. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പാരിസ് സിൽക്കാണ്. ആ പച്ച കളറ് തുണി കാണുന്നത് പാരിസ് സിൽക്കാണ്. അതിൻ്റെ ടോപ്പ് യൂസ് ചെയ്തേക്കുന്നത് റോ കോട്ടൺ ആണ്. അപ്പോൾ അത് തയ്ക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു.
പിന്നെ ബാക്കിയുള്ള ദിവസത്തെ പരിപാടി അതായിരുന്നു. അത് ഞാൻ തയ്ക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ആനിക്കുട്ടി ബഹളം ഉണ്ടാക്കാനായിട്ട് വരും. അപ്പോൾ അതേ ഈ കാണുന്നതാണ് തയ്ച്ച് വന്നത്. ഇതിൽ എംബ്രോയ്ഡറി ഒക്കെ നമ്മൾ നമ്മുടെ എംബ്രോയ്ഡറി മെഷീനിൽ ചെയ്തതാണ്. പിന്നെ കുറച്ച് ബീഡ് വർക്കും ഒക്കെ ചെയ്തു. അപ്പോൾ ആനിക്കുട്ടി ഇടയ്ക്ക് ഇങ്ങനെ ബഹളമൊക്കെ, ഇതിപ്പോൾ 2 ദിവസം എടുത്തിട്ടാണ് തയ്ച്ചത് കേട്ടോ. കാരണം ഒറ്റയടിക്ക് നമുക്ക് തയ്ച്ച് തീർക്കാൻ പറ്റത്തില്ല. ആനി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ കുറച്ച് നേരം തയ്ക്കും, അത് കഴിയുമ്പോൾ എണീറ്റ് അങ്ങ് പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത് തൊട്ട് പിറ്റേ ദിവസം ഞാനൊരു സ്റ്റൗ ടോപ്പ് പിസ്സ ട്രൈ ചെയ്തതിൻ്റെ വിഷ്വൽസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തത് മേരി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അതിൽ ഷെബിനെ എനിക്ക് നേരിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ ഓവൻ പെട്ടെന്ന് നിപ്പി ഭൂം എന്ന് പറഞ്ഞ് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അത് നന്നാക്കാൻ പറ്റാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേക്കും പിസ്സയൊക്കെ പിള്ളേർ പറഞ്ഞിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റാതിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഷെബിൻ്റെ പിസ്സ സ്റ്റൗ ടോപ്പ് പിസ്സയുടെ റെസിപ്പി കണ്ടത്. പെട്ടെന്ന് ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കി. ഫസ്റ്റ് ടൈം അടിവശം ഇച്ചിരി കരിഞ്ഞു പോയി. പക്ഷേ ഇത് സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റായിരുന്നു. എളുപ്പപരിപാടിയാണ് എല്ലാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. മേരിയുടെ എല്ലാ സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മേരിക്കൊരു നന്ദി പറഞ്ഞുകൊണ്ട്, മേരി അല്ലല്ലോ, ഷെബിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ ജംസ്യൂട്ടിൻ്റെ പാറ്റേൺ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ തന്നുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ടാറ്റ ബൈ. ഒത്തിരി പേര് ചോദിച്ചാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ മെഷർമെൻ്റ് അല്ല, എങ്ങനെ ഇത് തയ്ക്കും എന്നുള്ളത്. ഇത് ശരിക്കും 1 പീസായിട്ടാണ് തയ്ക്കേണ്ടത്. അപ്പം മുകളിൽ നിന്ന് താഴെ വരെ വെട്ടിയിട്ടൊന്നുമില്ല, എവിടെയും വെട്ടിയിട്ടില്ല. ഇത് ശരിക്കും ഇങ്ങനെ 4 പീസാണ് എടുത്തേക്കുന്നത്. ഫ്രണ്ടിലത്തേക്ക് 2 പീസ്. ഇപ്പം ഈ കാണുന്ന അതേ രീതിയിൽ 4 പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തേക്ക് 2 എണ്ണം, ബാക്കിലത്തേക്ക് 2 എണ്ണം. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രോച്ച് വെട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഫ്രണ്ടിലത്തേക്ക് ചെറുതായിട്ടും ഫ്രണ്ടിലത്തേക്ക് കുറച്ച് കുഴിച്ചും ബാക്കിൽ നമ്മൾ കുഴിക്കാതെയാണ് വെട്ടുന്നത്. അത്രയേ ഉള്ളൂ അതിൽ വ്യത്യാസം. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചേക്കുവാണ്. ഇവിടെ ഞാൻ ചെറിയൊരു ടക്ക് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ചുരിദാറിന് ഇടുന്ന പോലെ തന്നെയാണ്. നടുക്കുന്നൊരു 3.5-4 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വെച്ച് മുകളിൽ നിന്ന് വേസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒരു 10 ഇഞ്ചിൻ്റെ 2 ടക്ക് ഇവിടെയും ഇതിൻ്റെ ബാക്ക് സൈഡിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ നോർമലി നമ്മൾ ചുരിദാറിന് എടുക്കുന്ന പോലെ തന്നെ മെഷർമെൻ്റ് ആണ് എടുത്തേക്കുന്നത്. അതായത് ഇവിടെ ആദ്യം നെക്ക് മാർക്ക് ചെയ്യും. ഈ ഒരു പോർഷനിൽ ഷോൾഡർ, നെക്ക് എല്ലാം മാർക്ക് ചെയ്യും. ചെസ്റ്റ്, വേസ്റ്റ് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ നമ്മൾ ഒരു 2 ഇഞ്ച് അകത്തേക്ക് എടുക്കും. ഷോൾഡർ നമുക്കിപ്പോൾ 7 ഇഞ്ചാണെങ്കിൽ അതിലും കുറച്ചായിരിക്കും, ചിലപ്പോൾ 5 ഇഞ്ചോ 6 ഇഞ്ചോ ആയിരിക്കും അകത്തോട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ ഷോൾഡർ നമ്മൾ അകത്തോട്ട്, ഇത്രയായിരുന്നു ഷോൾഡർ. ആ ഷോൾഡർ അകത്തോട്ട് എടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ കുഴിച്ച് നമ്മൾ ആം ഹോൾ വെട്ടും. അത് കഴിഞ്ഞ് ബാക്കി ഒരു ഏകദേശം നമുക്ക് നെക്കിൻ്റെ ഡെപ്ത് നോക്കിയിട്ട് അത്രയും ഭാഗം വെട്ടിക്കളയും ഈ പോർഷൻ. എന്നിട്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് പിടിപ്പിച്ചേക്കുന്നതാണ്. ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ ബട്ടൺസ് ഒക്കെ ഇത് 2 സൈഡും നമ്മൾ കൂട്ടി തയ്ച്ചേക്കുവാണ്. ഈ സൈഡും കൂട്ടി തയ്ച്ചേക്കുവാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ 2-3 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് സ്ട്രിപ്പ് വന്നിട്ട് ഇവിടെ ഞാൻ പ്രസ് ബട്ടണാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ കെട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ ആ ഒരു പോർഷൻ. പിന്നെ ഇത് തയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെയും 2 ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ലൂപ്പിൽ കൂടെ നമുക്ക് ഈ ഒരു വള്ളി കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വള്ളി കയറ്റാൻ വേണ്ടിയിട്ടാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഈ 2 നടുക്കുവശവും ജോയിൻ ചെയ്യും. പിന്നെ 2 കൈയും 2 സൈഡ് ജോയിൻ ചെയ്യും. ഇങ്ങറ്റം വരെ ജോയിൻ ചെയ്യും. അതിനുശേഷം ഇത് രണ്ടും, അതായത് അകത്തെ ലെഗ് 2ഉം ജോയിൻ ചെയ്യും. എന്നിട്ട് ഇത് മടക്കി അടിക്കും. അത്രേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ വന്നിട്ട് ഞാനിവിടെ വെറുതെ മടക്കി വെക്കുകയോ ചെയ്തത്. ഈ സൈഡ് 2ഉം അതനുസരിച്ചാണ് ഞാൻ വെട്ടിയത്. ഈ 2 സൈഡ് മടക്കി അടിച്ച് വെച്ച് ഇവിടെയും ഞാൻ മടക്കി അടിക്കുകയോ ചെയ്തത്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പം ഇതിൻ്റെ വേറെ വീഡിയോസ് ഒന്നും അങ്ങനെ നമ്മുടെ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. 1 പീസിൻ്റെ 2 പീസ് ഉണ്ട്. ഇവിടം വരെ വന്നിട്ട് പിന്നെ താഴോട്ട് എടുക്കുന്നതുണ്ട്. അപ്പം ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഈ ക്രോച്ച് ഏരിയ ആണ്.
ഷോൾഡർ ടു ക്രോച്ച് ഏരിയ നമുക്കിപ്പോൾ ഈ ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് പറഞ്ഞാൽ 25ആണ്. പക്ഷെ 25 നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, കാരണം താഴേന്ന് വലിച്ചിടുന്ന ഡ്രസ്സാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്, കുറച്ചും കൂടെ കൂട്ടിയെടുക്കണം. അപ്പം ഞാൻ ഇത് 23 ഒരു 10 ഇഞ്ച് ക്രോച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ 33-32 വന്ന് ക്രോച്ച് നിൽക്കുന്നത്. കണ്ട 34-33 വന്ന് ക്രോച്ച് നിൽക്കുന്നത്. അപ്പം അത്ര ആ ക്രോച്ചിൻ്റെ ആണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, കാരണം താഴേന്ന് വലിച്ചു കയറ്റുന്നതാണ്. അത് കഴിയുമ്പോൾ ഇവിടെ ചിലപ്പോൾ എത്തത്തില്ല, ഇത് ചെറുതാണെങ്കിൽ. അപ്പം കറക്റ്റ് ഫിറ്റ് ഇതിന് നമ്മൾ എടുക്കാൻ പാടില്ല, കുറച്ച് ലൂസായിട്ട് എടുക്കണം.